പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്ത് എന്ത് തന്നെ സംഭവിച്ചാലും ശരി, ഏത് രൂപത്തിലാണത് ജനങ്ങൾ അറിയേണ്ടത്, വായിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് എന്നത് നമ്മുടെ നാട്ടിലെ മാപ്രകൾ തീരുമാനിക്കും. അവരുടെ രാഷ്ട്രീയം, അവരുടെ മതം, അവരുടെ താല്പര്യം, അവരുടെ വ്യക്തി താല്പര്യം, ഇതൊക്കെ കുഴച്ചു മറിച്ചിട്ടാണ് ഒരു വാർത്ത നമ്മുടെയൊക്കെ മനസ്സുകളിലേക്ക്, നമ്മുടെയൊക്കെ മുമ്പിലേക്ക് എത്തുന്നത്. സോഷ്യൽ മീഡിയയൊക്കെ ഭരിക്കുന്ന ആളുകളായിട്ട് അവർ മാറിക്കഴിഞ്ഞു. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നമ്മുടെ കേരളത്തിനാണെങ്കിലും ഇന്ത്യക്കാണെങ്കിലും ശക്തമായ രൂപത്തിലുള്ള പ്രതിപക്ഷങ്ങളുണ്ട്. പക്ഷേ ആ പ്രതിപക്ഷങ്ങൾ വാചാലമായി സംസാരിക്കേണ്ടുന്ന പല സന്ദർഭങ്ങളിലും പല വിഷയങ്ങളിലും അവർ മൗനികളാകുന്നത് നമുക്ക് കാണാം. വഖഫ് വിഷയം എടുത്തു നോക്കിയാൽ നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരതയെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് MLA-മാരും MP-മാരും മന്ത്രിമാരും ഒക്കെ ഏത് സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് നോക്കിയാൽ മാത്രമേ പ്രതിപക്ഷത്തിൻ്റെ നിലപാടിനെ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ഇപ്പോൾ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ശക്തമായ രൂപത്തിലൊരു വിമർശനവുമായി നമ്മുടെ യുവരാജ് ഗോകുലുണ്ട്. കേൾക്കാം. യുവരാജ്, കൊൽക്കത്തയിലെ തെരുവുകളിൽ ജനങ്ങൾ പ്രതിഷേധിച്ചോടെ നിവൃത്തി കെട്ടാണ് മുഖ്യമന്ത്രി മമത അവിടെയും ഇവിടെയും തൊടാതെ ഒരു പ്രസ്താവന ഇറക്കിയത്. PDP നേതാവ് മെഹബൂബ മുഫ്തി ഭാരതത്തെ കുറ്റപ്പെടുത്തി ബംഗ്ലാദേശിനെ ന്യായീകരിക്കുകയാണ്. ഹിന്ദു വിരുദ്ധ കലാപത്തിൽ പാർലമെന്റിൽ പ്രതിപക്ഷം മൗനം പാലിക്കുകയാണ്. അത് സേനാപതി വേണു, താങ്കൾ ഉന്നയിച്ച ആ ഒരു ആശങ്കയ്ക്ക് മറുപടി നൽകിയില്ല. അതായത് പ്രതിപക്ഷം പ്രതികരിക്കുകയൊന്നുമില്ല, പക്ഷേ പന്ത് മോദിയുടെ കോർട്ടിലാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അല്ല, പന്ത് മോദിയുടെ കോർട്ടിലാണ്. പന്ത് എല്ലാ കാലഘട്ടത്തിലും മോദിയുടെ കോർട്ടിലും തന്നെ ആയിരിക്കും. അതിനകത്ത് ഇനിയിപ്പോൾ സേനാപതി വേണുവിനല്ല കോൺഗ്രസ്സുകാർക്ക് ദീർഘകാലത്തേക്ക് ഇനി അങ്ങോട്ട് വീണ്ടും നോക്കിക്കൊണ്ടിരിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. കാരണം നിങ്ങളുടെ ദീർഘകാലത്തേക്ക് ഇനിയും ആ പന്ത് മോദിയുടെ കോർട്ടിൽ തന്നെ ആയിരിക്കും. പെട്ടെന്നൊന്നും അത് തിരിച്ചു വരില്ല. കാരണം അത് ബൂമറാങ് അല്ല. ഇങ്ങനെയാണെങ്കിലെന്ന് മാത്രമേ എനിക്ക് അതിനകത്ത് പറയാൻ സാധിക്കുകയുള്ളൂ. ഞാൻ അതിനകത്ത് നോക്കി വളരെ വിശദമായിട്ട് തന്നെ വരാം. ഒന്ന്, ശ്രീ സേനാപതി വേണു ഇവിടെ സംസാരിക്കുന്ന സമയത്ത് വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന്റെ ഞാൻ വളരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഡിബേറ്ററാണ് ആസ് എ പൊളിറ്റീഷ്യൻ. ബിക്കോസ് മറ്റ് പലരെയും പോലെയല്ല അദ്ദേഹം ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളിലായിരുന്നാലും ശരി തന്നെയാണ് സംഭവങ്ങളും വർഷങ്ങളും വോട്ടിന്റെ കണക്കും പെർസെന്റേജും വരെ ഓർത്ത് വെച്ച് പല സംസ്ഥാനങ്ങളുടെയും വിഷയങ്ങളിൽ സംസാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ എന്ത് സംസാരിക്കുന്നു എന്ന ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് തന്നെ ആ വിഷയം അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി, പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ. പക്ഷേ അദ്ദേഹം പറഞ്ഞത് വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെ തുടങ്ങിയപ്പോൾ ആണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം. നമ്മുടെ ഈ ജോർജ് സോറോസിന്റെ മകന്റെ ഒരു NGO ഉണ്ട്, എന്റെ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല, ഞാൻ എഴുതി വെച്ചിട്ടുണ്ടാകും, പക്ഷെ ഇപ്പോൾ ഓർക്കുന്നില്ല പെട്ടെന്ന്. ഈ ലോകത്തുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ പ്രോത്സാഹിപ്പിക്കലായിരുന്നു ഇവരുടെ പ്രധാന പണി. ലോകത്ത് ഏതൊക്കെ ഭാഗത്ത് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ നടക്കും അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാം. അതുപോലെ വിദ്യാർത്ഥി പ്രക്ഷോഭം, കർഷക പ്രക്ഷോഭം, ഇങ്ങനെ പല പേരുകൾ ഇട്ടുകൊണ്ട് ലോകത്തെ പല ഭാഗങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. ഇത് എല്ലാ രാജ്യത്തും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ബംഗ്ലാദേശിലുണ്ട്, ഇന്ത്യയിലുണ്ട്, എല്ലായിടത്തും അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സേനാപതി വേണു പറഞ്ഞു വെച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എല്ലാവരും കൈകഴുകിയിട്ടങ്ങ് പോയിട്ടുണ്ട്, ബംഗ്ലാദേശിലെ പ്രശ്നം നടക്കുന്നുണ്ട്, മോദി വേണമെങ്കിൽ പരിഹരിച്ചോട്ടെ എന്നുള്ളതാണ്. എന്നിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് അങ്ങ് പ്രസന്റ് ചെയ്യാം. ഇത് തന്നെയാണ് ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ്, ഇന്ത്യയിൽ നിൽക്കുന്ന ഗവൺമെന്റ് ഇടപെടാൻ പറ്റാത്ത ഒരു പ്രശ്നത്തിലുള്ള ഗവൺമെന്റ് ആണ് എന്നുള്ള തരത്തിലേക്ക് അതിനെ വകുപ്പ് തീർത്ത് വയ്ക്കുക. ഈ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അൺട്രസ്റ്റിന്റെ പുറകിൽ ഇങ്ങനെ ഒരു ഉദ്ദേശവും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. വളരെ ഭംഗിയായിട്ടാണ് അദ്ദേഹം അതിനെ പ്രസന്റ് ചെയ്ത് വെച്ചിട്ട് പോയത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേനാപതി വേണു രാഹുൽ ഗാന്ധി കഴിഞ്ഞ ഇപ്പൊ 2 മാസങ്ങൾക്ക് മുമ്പ് US പോകുന്ന സമയത്ത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റ് ആണെന്ന് തോന്നുന്നു, ശ്രീ രോഹിത് ശർമ്മ എന്ന് പറയപ്പെടുന്ന ഒരു ജേർണലിസ്റ്റ് രാഹുൽ ഗാന്ധിയുടെ ഉപദേശകനായിട്ടുള്ള സാം പിട്രോഡയോട് രാഹുൽ ഗാന്ധി US സംസാരിക്കുന്ന സമയത്ത് ബംഗ്ലാദേശിലെ ഹിന്ദു വേട്ടയ്ക്ക് എതിരായിട്ട് സംസാരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ കോൺഗ്രസുകാർ ചെയ്തത് സാം പിട്രോഡയുടെ ചോദ്യം ചോദിച്ച രോഹിത് ശർമ്മയെ പിടിച്ച് തല്ലി അയാളുടെ ക്യാമറ പിടിച്ചു വാങ്ങിച്ചു. അത്രയും നേരം ചോദിച്ചുകൊണ്ടിരുന്ന വീഡിയോ മുഴുവൻ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ആളെ ഇറക്കി വെച്ചു. സാം പിട്രോഡയ്ക്ക് പിന്നീട് മാപ്പ് പറയേണ്ടി വന്നു. അതുകൊണ്ട് സംഭവിച്ചില്ല എന്നങ്ങ് പറയരുത്, നിഷേധിക്കരുത്. സാം പിട്രോഡയ്ക്ക് മാപ്പ് പറയേണ്ടി വന്ന സംഭവമാണ്. അന്ന് മുതൽ ഇന്ന് വരെയായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഒരു വാക്ക് പോലും ഈ പറയുന്ന വംശഹത്യക്കെതിരെ അല്ലെങ്കിൽ കൂട്ടക്കൊലയ്ക്കെതിരായിട്ട് അല്ലെങ്കിൽ ഹിന്ദു വേട്ടയ്ക്കെതിരായിട്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്താ സംസാരിക്കാത്തത്? നിങ്ങൾ പറയുന്നു പന്ത് മോദിയുടെ കോർട്ടിലാണ്, മോദിയാണ് അതിനോട് ചെയ്യേണ്ടത്, നമ്മളും സമ്മതിക്കാം. പക്ഷെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക്, മുമ്പ് സ്വതന്ത്ര ഭാരതം ഭരിച്ച പാർട്ടി എന്നുള്ള നിലയ്ക്ക്, പാകിസ്ഥാനെ ഭാഗിച്ചു കൊടുത്ത ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും അവിടെയുള്ള ഹിന്ദുക്കൾക്ക് സംരക്ഷണം നൽകാൻ ഇന്ത്യ ബാധ്യസ്ഥരാണ് എന്ന നിലയ്ക്ക് എങ്ങനെ നോക്കിയാലും ശരി ശക്തമായ രൂപത്തിൽ തൻ്റെ നിലപാടുകളും അഭിപ്രായങ്ങളും പറഞ്ഞ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളോട് ഐക്യപ്പെടേണ്ടുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഒരക്ഷരം മിണ്ടാത്തത്? ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വംശഹത്യയെ കുറിച്ച് ചോദിച്ചപ്പോൾ
മാധ്യമപ്രവർത്തകനെ ബ്രേക്ക് ചെയ്യേണ്ടുന്ന കാര്യം എന്തായിരുന്നു? അദ്ദേഹത്തെ പിടിച്ച് തള്ളുകയും അദ്ദേഹത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും അതുവരെ ചെയ്ത വീഡിയോ പോലും ഡിലീറ്റ് ചെയ്ത് ആ മനുഷ്യനെ പുറത്തേക്ക് ഇറക്കി വിടത്തക്ക രൂപത്തിൽ രാഹുലിന്റെ ടീമിനെയും പ്രകോപിതരാക്കാനുള്ള വസ്തുത എന്തെങ്കിലും ഉണ്ടോ? അതിൽ എന്തുകൊണ്ടാണ് ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് തയ്യാറാകാത്തത്? ഈ വിഷയം അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകാതിരുന്നത്? നിങ്ങൾ ഈ CAA കാലഘട്ടങ്ങളിൽ, ആ സമര കാലഘട്ടങ്ങളിൽ മുഴുവൻ പറഞ്ഞിരുന്നത് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെ മൈനോറിറ്റീസ് വളരെ സേഫ് ആണെന്നായിരുന്നത്. ഇപ്പൊ പെട്ടെന്ന് എന്ത് പറ്റി അങ്ങേക്ക് അവർ സേഫ് അല്ല എന്ന് തോന്നാൻ വേണ്ടിയിട്ട്? പിന്നെ അന്ന് പറഞ്ഞു സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികം ആഘോഷിക്കുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്ത രാജ്യം എന്താണ് നമുക്ക് എതിരാകുന്ന സാഹചര്യം. അതിന്റെ അകത്ത് പുറകിലുള്ള മുള്ളു വെച്ചിട്ടുള്ള ധ്വനി, രാഷ്ട്രീയ ധ്വനി എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്താവുന്നല്ലോ. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്. അത് മനസ്സിലാക്കേണ്ട കാര്യം, ആ രാജ്യം നമുക്ക് എതിരായിട്ടില്ല. ആ രാജ്യം നമുക്ക് എതിരാകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ആ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനത തിരഞ്ഞെടുത്ത സർക്കാരിനെ മറ്റു ചിലർ ചേർന്നിട്ട് അട്ടിമറിക്കുകയും ഒരു പാവയെ കൊണ്ട് അതിന്റെ മുകളിൽ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങ് ചോദിക്കാം, അതായത് ബംഗ്ലാദേശ് എന്ന രാജ്യം ഇന്ത്യക്കെതിരായിരുന്നെങ്കിൽ ഇത്രയധികം എണ്ണമറ്റ ഇസ്ലാമിക രാജ്യങ്ങൾ ഉണ്ടായിട്ട് പോലും ആ ഒരു രാജ്യത്തേക്കും ഷെയ്ഖ് ഹസീന അഭയം തേടിപ്പോയിട്ടില്ല. എന്തിനാണ് കാഫിർ ഭരിക്കുന്ന മിക്സ്ഡ് കൾച്ചറായിട്ടുള്ള നാനാത്വത്തിൽ ഏകത്വം പിന്തുടരുന്ന ഈ ജനാധിപത്യ രാജ്യമായ മോദി ഭാരതത്തിൽ എന്തുകൊണ്ടാണ് ഷെയ്ഖ് ഹസീന അഭയം തേടിയതും വിശ്വാസമർപ്പിച്ചതും ഈ രാജ്യത്ത് താൻ സുരക്ഷിതയാണ് എന്ന് വിശ്വസിച്ചതും? അപ്പോൾ ബംഗ്ലാദേശ് ഒരിക്കലും ഇന്ത്യക്കെതിരല്ല. അടുത്ത ചോദ്യം ഉണ്ടാവും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങൾ എന്തുകൊണ്ട് വേറൊരു തരത്തിൽ റിയാക്ട് ചെയ്യുന്നില്ല എന്ന്? അതിന്റെ ഉദാഹരണവും നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ പിടിച്ചെടുക്കുന്ന സമയത്ത് അവിടെയുള്ള 80% ജനത ഈ പറയുന്ന താലിബാന്റെ കടന്നുവരവിനെതിരായിരുന്നു. വിമാനത്തിന്റെ ചിറകിൽ വരെ കയറി ആൾക്കാർ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷെ മിലിറ്ററൈസ്ഡ് ആയിട്ട് വരുന്ന ഒരു ഫണ്ടമെന്റൽ ഗ്രൂപ്പിനെതിരായിട്ട് വെറും കൈയും കൊണ്ട് വെറും നിലത്ത് ചവിട്ടി നിൽക്കുന്ന ജനതയ്ക്ക് ബോറടിച്ച് നിൽക്കാൻ കഴിയില്ലെന്നേ. ഇന്ന് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അതായത് ഫണ്ടമെന്റലിസ്റ്റുകളായിട്ടുള്ള ഒരു വിഭാഗം വ്യക്തമായിട്ടുള്ള വിദേശ പിന്തുണയോടുകൂടി അവരുടെ ജനവിധിയെ അട്ടിമറിച്ചുകൊണ്ട് ഒരു പപ്പറ്റിനെ കൊണ്ട് അവിടെ വയ്ക്കുകയും തൊട്ടയൽ രാജ്യത്ത് കിടക്കുന്ന നമ്മുടേതായിട്ടുള്ള പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെ അതിന് കൈയടിക്കുകയും ഈ പറയുന്ന മനുഷ്യൻ എന്തോ ഈ പറയുന്ന നമ്മുടെ ഞാൻ കുറച്ച് പറയുകയല്ല, അദ്ദേഹത്തിന് ഈ മുഹമ്മദ് യൂനിസിന് നോബൽ സമ്മാനം കൊടുത്തിരിക്കുന്നത് മൈക്രോ ഫൈനാൻസിനാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെള്ളപ്പള്ളി നടേശനും ഈ പറയുന്ന നോബൽ പ്രൈസ് കൊടുക്കേണ്ടതാണെന്നാണ്. മൈക്രോ ഫൈനാൻസ് വളരെ നല്ല രീതിയിൽ നടപ്പിലാക്കിയിട്ടുള്ള ആളാണ്. അപ്പൊ ഈ പറയുന്ന കുറെ പപ്പറ്റുകൾക്ക് ലോകത്ത് മുഴുവൻ ഈ പറയുന്ന നോബൽ സമ്മാനം പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരുടേതായ കുറെ ജിഹ്വകളെ ഈ പറയുന്ന പല രാജ്യങ്ങളിലും സൃഷ്ടിച്ചു വയ്ക്കുകയും പിന്നീട് ഒരു സമയം വരുന്ന സമയത്ത് അവരെ എടുത്ത് വളരെ എന്തോ മഹത്തായ ആൾക്കാരാക്കി പ്രതിഷ്ഠിച്ചതിന് ശേഷം അടിയിൽ കൂടെ ഈ പറയുന്ന മനുഷ്യാവകാശ ദൂഷണങ്ങളും ഹിന്ദു വേട്ടയും ഒക്കെ നടത്തുവാനാണ് എന്നുള്ള കാര്യം നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിലെ ജനത നമുക്കെതിരായിട്ടില്ല. പകരം എന്താണ്, അമേരിക്കയിലെ കമലാ ഹാരിസ് തെരഞ്ഞെടുപ്പ് സമയത്ത് പറയുകയാണ് എന്താണ്, ഇത് അവസാനത്തെ തെരഞ്ഞെടുപ്പായിരിക്കും, ഇവിടെ ജനാധിപത്യം അട്ടിമറിക്കപ്പെടാൻ പോവുകയാണ്, ഞങ്ങൾ ഭരണഘടന രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത് തന്നെയാണ് ബംഗ്ലാദേശിൽ ഈ പറയുന്ന ആവാമി ലീഗിനെതിരായിട്ട് നിൽക്കുന്ന വേറൊരു വിഭാഗം, ഞങ്ങളുടെ ഭരണഘടന രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇതേ ടോണി ഇവിടെ പോപ്പുലർ ഫ്രണ്ട് എന്താ പറയുന്നത്? ഞങ്ങൾ ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളവരാണ്. ബംഗ്ലാദേശിലെ അവാമി ലീഗ് എന്ന് പറയുന്ന ജനാധിപത്യ വിശ്വാസികളാകുന്ന ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയെ അട്ടിമറിച്ച് ഇസ്ലാമിക ഭരണം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന തീവ്ര വിഭാഗമായ ജമാഅത്തെ ഇസ്ലാമിയും പറയുന്നത് ഞങ്ങൾ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. നാളെ ഇത് തന്നെ ഐസിസും പറയും. ഒരു നേതാവും അദ്ദേഹത്തിന്റെ അണികളും നമ്മുടെ നാട്ടിലുണ്ട്. ആരാണെന്ന് ഞാൻ പറയാനല്ല, എല്ലാവർക്കും അറിയുന്നു. ഭരണഘടന രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്തവണ മോദി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇലക്ഷൻ ഉണ്ടാകില്ല, ഇലക്ഷൻ തോറ്റു കഴിഞ്ഞാൽ പിന്നെ അത് മുഖമല്ലാത്തതിന് കണ്ണാടിയുടെ കുറ്റം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇത് ഒരേ സ്ക്രിപ്റ്റ് എഴുതി അവതരിപ്പിക്കുന്ന ഒരു ബ്രെയിന് ചില സ്ഥലങ്ങളിൽ ഇരിക്കുന്നുണ്ട്. അവരുടെ വിഭവങ്ങളായിട്ട് കുറച്ച് ആൾക്കാർ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനത്തിന്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിജി വളരെ വ്യക്തമായിട്ട് കയറി വന്നതുകൊണ്ട് മാത്രം ഇവിടെ അത്തരം കാര്യങ്ങൾ നടക്കാതെ പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ബംഗ്ലാദേശിലെ ജനത നമുക്കെതിരായിട്ടില്ല. ഇപ്പൊ അവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും ഉറപ്പായിട്ടും എനിക്ക് 100% ഉറപ്പുണ്ട് ഷെയ്ഖ് ഹസീന തന്നെ എനിക്ക് വീണ്ടും ജയിച്ചിട്ട് അവിടെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ ഒരു യുദ്ധപ്രഖ്യാപനത്തിലേക്കൊക്കെ ഇന്ത്യ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പത്തിന് സാധിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. ആർക്കെതിരെ യുദ്ധം ചെയ്യുമ്പോ യുദ്ധം ചെയ്യും. അല്ല, ആർക്കെതിരെയാണ് യുദ്ധം ചെയ്യേണ്ടത്? ബംഗ്ലാദേശിലെ അവാമി ലീഗുകാര് അവർക്കെതിരെയോ, അതോ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയോ, അതോ യൂനിസ് എന്ന് പറയുന്ന ഈ മതതീവ്രവാദത്തിന് കൊടി പിടിക്കുന്ന ഈ സർക്കാരിനെതിരെയോ, അതോ പീഡിപ്പിക്കപ്പെടുന്ന ജനവിഭാഗമാകുന്ന ഈ ഹിന്ദുക്കൾക്കെതിരെയോ ന്യൂനപക്ഷങ്ങൾക്കെതിരെയോ, ആർക്കെതിരെയാണ് ഇന്ത്യ ബംഗ്ലാദേശിനോട് യുദ്ധം ചെയ്യുന്നത്?
ബംഗ്ലാദേശ് ഒരിക്കലും ഇന്ത്യക്ക് എതിരല്ലല്ലോ. ഇന്ത്യ ബംഗ്ലാദേശിനും എതിരല്ല. ചില മതതീവ്രവാദ ശക്തികൾ അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നതൊഴിച്ചാൽ ഈ രണ്ട് രാജ്യവും തമ്മിൽ നല്ല ടേംസിലാണ് പോയിക്കൊണ്ടിരുന്നത്. നന്ദി.